മായേ, എടി നീയോ? ഞാൻ മോളിൽ നിന്ന് കണ്ടു, എന്നിട്ടാ ഞാൻ താഴേക്ക് വന്നത്. ആണോ? ഞാൻ ഫ്ലാറ്റിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പോയതാ. എത്ര കാലമായി നിന്നെ കണ്ടിട്ട്, എന്താ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ പോയി? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. എല്ലാം വിശദമായിട്ട് പറയാം. ഏത് ഫ്ലാറ്റിലാ? ഞാൻ 3A. ഞാൻ 11A. ആണോ? എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ വരാം. വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വരും. ബൈ. സാർ, ഇന്ന് എവിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേസിലെ അക്യൂസിന്റെ പെങ്ങളാ. ഓ, കേസിന്റെ ഡീറ്റെയിൽസ് വല്ലതും പഠിപ്പിച്ചു കൊടുത്തോ? രാജൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ, കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വിലാസിനെ. Am I right? എന്തുട്ട്? അല്ല, നിങ്ങളുടെ സഹോദരനായ രാജൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വിലാസിനിയുമായി വഴക്കുണ്ടാക്കുന്നതോ ദേഹോദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നതോ ടിയാൻ കൊല ചെയ്യുന്നതോ നിങ്ങൾ കണ്ടിട്ടില്ല. അതിനവനെ ആരും കൊന്നിട്ടൊന്നുമില്ല സാറേ. അതന്ന് ശരിക്കും അബദ്ധത്തിൽ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ കോടതി തെളിയിച്ചോളാം. അവിടെ എതിർഭാഗം വക്കീല് നിങ്ങളോട് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അത്ര മതി. സംഭവ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? വീട്ടില്. ചേച്ചി, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവുമായിട്ട് സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു. ഏത് സിനിമയ്ക്ക്? പിണ്ണാക്ക്. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? എടോ, അങ്ങനെ സങ്കല്പിക്ക്. സങ്കല്പിക്കുകയാണെങ്കിൽ സരിതയിലെ പടം ഞാൻ കണ്ടാണ്. നമുക്ക് സവിതപ്പെട്ട അല്ലൂർജിന്റെ പടം കണ്ടല്ലടി. അയ്യേ, തെലുങ്കോടൊന്നും കാണാൻ ഞാൻ ഇല്ലേട്ടാ. നമുക്ക് വല്ല മലയാള പടം പോയി കാണാം. അയ്യോ, ആരാടോ ഇയാള്? സാറ്, ഞാൻ ലിബിയളിയൻ. എന്ത്? രാജന്റെ അളിയൻ ലിബിയളിയൻ. ഇവളുടെ കൂടെ നേരത്തെ സിനിമയ്ക്ക് പോയില്ലേ, ആ ഭർത്താവ്. നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ രാജൻ വീട്ടിലുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിലാസിന് കുത്തേറ്റ് വീടിന് മുമ്പിൽ കിടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല, മനസ്സിലായ? നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? രജനി. ഞാൻ നാളെ രജനിയുടെ വീട് വരുന്നുണ്ട്. സ്പോട്ടൊക്കെ ഒന്ന് കണ്ടുവെക്കാനാ. പിന്നെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് എത്തൂ, ചുറ്റുപാടുള്ളവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാ. രാത്രി അവിടെ തന്നെ ഉണ്ടാവില്ലല്ലേ? ഓക്കെ. അതിന് സാക്ഷി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് കുറെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറിയിട്ടാണ്. എന്റെ വീട്ടിൽ എന്തൊട്ട് നടന്നാലും അവരറിയാൻ പോണില്ല. ഒരു കുഴപ്പമില്ല. ഭാവന, ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കേസിന്റെ ഡിസ്കഷനില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? രാത്രി ആരും ഇല്ലാത്ത സമയത്ത് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞല്ലോ. പോകുമ്പോ 4756 രൂപയുടെ ആ സാരിയും കൊണ്ടുപോകാൻ മറക്കണ്ട. സാരി? ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ കരഞ്ഞ സീനാക്കല്ലടി. ഈ വക്കീൽ സാറിനെ പുല്ല് പോലെ ഇറക്കി തരില്ലേ? ഇല്ല സാറേ, രാവിലെ തന്നെ വിട്ടൂല്ലേ? രാജന് ജാമ്യം ലഭിക്കുന്നതാണോ കരുതുന്നത്? അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. നീ അദ്ദേഹത്തെ വെറുതെ വിട്ടാരെ. പുള്ളി ഭയങ്കര തിരക്കുള്ള വക്കീലല്ലേ. എന്നോട് ചോദിക്കടാ, ഞാൻ പറയാം. എന്റെ ആളിനല്ല കൊലപാതകി, ഞാനല്ലടല്ല കണ്ടേന്ന്. വിളിച്ച മൂവി കിട്ടുന്ന ജാമ്യം കൂടി ഇല്ലാണ്ടാക്കല്ലേ. ഇങ്ങോട്ട് വായോ.